ഹലോ എവ്രി വൺ, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലങ് വോളിയം ആൻഡ് ലങ് കപ്പാസിറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോഴും പ്രീവൈക്യൂവിലും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മിനിമം 1 മാർക്ക് ഉറപ്പാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ലങ് വോളിയമും ലങ് കപ്പാസിറ്റീസും. പിന്നെ കുറച്ചധികം കാര്യങ്ങളും ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ഉൾപ്പെടെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ലങ് വോളിയം ആൻഡ് ലങ് കപ്പാസിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നമുക്കറിയാം ലങ്ങിന്റെ ഫംഗ്ഷൻ അല്ലേ. ലങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെന്റിലേഷന്റെ മെക്കാനിക്സ് എന്താണ്? വാട്ട് ഈസ് വെന്റിലേഷൻ? ദ മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലങ്സ് അല്ലേ. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കിക്കാണുന്നത് 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് ലങ് വോളിയവും പിന്നെ ഒന്ന് ലങ് കപ്പാസിറ്റീസിലൂടെയാണ്. ലങ് വോളിയമും ലങ് കപ്പാസിറ്റികളും. ഈ ലങ് വോളിയം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കുറേ വോളിയംസ് പഠിക്കും. ഒന്ന് ടൈഡൽ വോളിയം, പിന്നെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, പിന്നെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിജ്വൽ വോളിയം. എന്താണ് ഈ ടൈഡൽ വോളിയം? എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? എന്താണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം? അതുപോലെ എന്താണ് റെസിജ്വൽ വോളിയം? ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അതുപോലെ ലങ് കപ്പാസിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ കപ്പാസിറ്റി പഠിക്കും എന്നറിയോ? വൈറ്റൽ കപ്പാസിറ്റി ഉണ്ട്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഉണ്ട്, ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പം 4 ലങ് വോളിയംസ് പഠിക്കണം, 4 ലങ് കപ്പാസിറ്റീസ്. ഇതെല്ലാം ഡെഫിനിഷൻ, ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻ പഠിക്കണം, ഇതിൻ്റെ എല്ലാം നോർമൽ വാല്യൂസ് പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മളൊരു ടേബിളിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ടേബിളിലുള്ള കാര്യങ്ങൾ എല്ലാവരും അവരവരുടെ ലെക്ചർ നോട്ട്സിൽ എഴുതി പഠിക്കുന്ന സ്റ്റഡി ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെക്കണം. സ്ഥിരമായിട്ട് കാണുമ്പോൾ നമ്മൾ ആ വാല്യൂസും ഒന്നും മറക്കില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും സ്റ്റഡി ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെച്ച് തറവായിട്ട് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ അത്ര തറവായിട്ട്, അത് കാണാതെ പഠിച്ച് വെക്കാനല്ല പറയുന്നത്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? നോക്കിയേ, ലങ് വോളിയംസ്: ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി ആൻഡ് റെസിജ്വൽ വോളിയം. ആദ്യം തന്നെ ടൈഡൽ വോളിയം എന്താണെന്ന് പറയാം. എന്താണെന്നറിയോ ടൈഡൽ വോളിയം? നമ്മളിപ്പം നോർമലി ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് ശ്വാസം വലിച്ചു വിടുന്നുണ്ട്, പുറത്തേക്ക് കളയുന്നുണ്ട്. അങ്ങനെ ഒരു നോർമൽ ബ്രത്ത്, വിത്ത് ഈച്ച് ബ്രത്ത് എത്ര വോളിയം ഓഫ് എയർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, എത്ര വോളിയം ഓഫ് എയർ പുറത്തേക്ക് വിടുന്നു എന്നുള്ളതാണ് സാധാരണ ഒരു ബ്രത്തിൽ. അതിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അത് 500 ml എന്ന് പറയാം, അല്ലെങ്കിൽ 5 to 10 ml per kg. അപ്പോൾ ടൈഡൽ വോളിയം അങ്ങനെ ഒരു ഇവൻ അസുഖം ഉണ്ടെങ്കിൽ പോലും ടൈഡൽ വോളിയത്തിൽ വലിയൊരു വ്യത്യാസം ഒന്നും വരുന്നില്ല. അപ്പം നോർമൽ ബ്രത്തിൽ, അതായത് ഓരോ ബ്രത്തിലും നമ്മൾ എത്ര എയർ ഉള്ളിലോട്ടും എത്ര എയർ പുറത്തേക്കും എടുക്കുന്നു എന്നുള്ളതാണ് ടൈഡൽ വോളിയം. ക്ലിയർ ആയോ? TV അല്ലെങ്കിൽ VT എന്ന് പറയുന്നു. വാട്ട് ഈസ് ടൈഡൽ വോളിയം? ദാറ്റ് ഈസ് എ വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് ആൻഡ് എക്സ്ഹെയിൽഡ് വിത്ത് ഈച്ച് ബ്രെത്ത്. 500 ml ഒരിക്കലും മറക്കരുത്. TV എത്രയാണ്? 500 ml. അടുത്തത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതെന്താണെന്നറിയോ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ, അതെ, നമ്മളൊരു നോർമൽ ഇൻഹലേഷന് ശേഷം, ഓക്കെ, അപ്പോൾ നോർമലായിട്ട് നമ്മൾ എയർ ഉള്ളിലേക്ക് എടുത്തു, അതിനുശേഷം നമുക്ക് എത്രത്തോളം നമ്മൾ നോർമൽ ഇൻഹലേഷന് ശേഷം മാക്സിമം നമുക്ക് എത്ര എയർ വലിച്ച് ഉള്ളിലോട്ട് കയറ്റാം. നോർമലി നമുക്ക് എത്ര കയറി? 500 ml കയറി നോർമൽ ബ്രത്തിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം മാക്സിമം നമുക്ക് ഉള്ളിലേക്ക് വലിച്ചു കയറ്റാം? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അതാണ്. അത് 3000 ml ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? അപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ ഓരോ ബ്രത്തിലും എത്ര വോളിയം ഓഫ് എയർ ഇൻഹെയിൽ ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു. ഇനി ഒരു നോർമൽ ബ്രത്തിന് ശേഷം, നോർമൽ ഇൻഹലേഷന് ശേഷം നമുക്ക് എത്ര മാക്സിമം വോളിയം ഓഫ് എയർ ഉള്ളിലേക്ക് വലിച്ചു കയറ്റാം? അതിനെ എന്ത് പറയുന്നു? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. 3000 ml ആണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2 വോളിയം പഠിച്ചു അല്ലേ? എന്തൊക്കെ പഠിച്ചു? TV അല്ലെങ്കിൽ ടൈഡൽ വോളിയം പഠിച്ചു, IRV അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പഠിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്ന ഒരാളാണ് നമ്മൾ കപ്പാസിറ്റിയിൽ നിന്ന് പഠിക്കാം. ദാ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി.
നമ്മൾ ആദ്യം പഠിച്ചു ടൈഡൽ വോളിയം എന്താണ്, ദ വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് ഓർ എക്സെയിൽഡ് വിത്ത് ഈച്ച് ബ്രെത്ത്. അതിനുശേഷം നമ്മൾ IRV പഠിച്ചു. എന്തായിരുന്നു IRV? ഒരു നോർമൽ ഇൻഹലേഷന് ശേഷം നമുക്ക് എത്രത്തോളം മാക്സിമം എയർ ഉള്ളിലേക്ക് വലിച്ചു കയറ്റാം, അത് 3000 ml ആണ് അല്ലെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരാളുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെ. എത്രത്തോളം എന്തായിരിക്കാം അപ്പൊ അത്? മാക്സിമം വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം ഒരു നോർമൽ ഇൻഹലേഷൻ വരുന്നു, അവിടെ 500 ml കയറി. അതിനുശേഷം ഒരു മാക്സിമം ഇൻസ്പിറേഷൻ വരുന്നു, അവിടെ IRV കയറി. അപ്പൊ ടൈഡൽ വോളിയവും IRVയും കൂടെ ചേർന്നാണ് ഒരാൾക്ക് ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം എത്ര വോളിയം ഓഫ് എയർ ഉള്ളിലേക്ക് എടുക്കാം, അത് അയാളുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഓർ IC ആണ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ അയാളുടെ ടൈഡൽ വോളിയത്തിന്റെ കൂടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടുന്നു. ക്ലിയർ ആണോ? നമ്മൾ ആദ്യം ടൈഡൽ വോളിയം പഠിച്ചു, അതിനുശേഷം ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പഠിച്ചു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയും പഠിച്ചു. ക്ലിയർ ആയോ? ഇനി അടുത്തത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതായത് നമ്മൾ നോർമൽ ഒരു എക്സലേഷൻ, അപ്പൊ എത്രയാ പോയേ? 500 ml പോയി അല്ലെ ടൈഡൽ വോളിയം. അതിനുശേഷം ഒരു മാക്സിമം എക്സലേഷൻ വഴി നമുക്കൊരു മാക്സിമം എക്സലേഷൻ വഴി ഫോഴ്സിബിളി നമുക്ക് എത്ര എയർ പുറത്തേക്ക് തള്ളാം, അതാണ് 1100 ml. അതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഒരു നോർമൽ എക്സലേഷന് ശേഷം നമുക്ക് എത്ര വോളിയം ഓഫ് എയർ പുറത്തേക്ക് കളയാം, ഒരു നോർമൽ ഇൻഹലേഷന് ശേഷം എത്ര വോളിയം ഓഫ് എയർ മാക്സിമം ഉള്ളിലേക്ക് കടക്കാം എന്നുള്ളതിനെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നും, ഒരു നോർമൽ എക്സലേഷന് ശേഷം എത്ര വോളിയം ഓഫ് എയറിനെ നമുക്ക് മാക്സിമം പുറന്തള്ളാം എന്നുള്ളതിനെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നു. ക്ലിയർ ആണോ? യെസ്, ഇറ്റ്സ് ക്ലിയർ. അപ്പൊ അത് എത്രയാണ്? 1100 ml. ടൈഡൽ വോളിയം മറക്കരുത്, എത്രയാണ്? 500 ml ആണ്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എത്രയാണ്? 3000 ml ആണ്. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എത്രയാണ്? 1100 ml ആണ്. ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് ചില അസുഖങ്ങളിലെല്ലാം കുറവാണ് കേട്ടോ. ചില അസുഖങ്ങളിലല്ല, ചില കണ്ടീഷൻസുകളായ ഇപ്പം ഭയങ്കര തടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ എക്സ്പിറേഷന് ശേഷം ഈ മാക്സിമം ഇത്രയൊന്നും പുറത്ത് കളയാൻ പറ്റില്ല. എക്സ്പിറേറ്ററി റിസർവ് വോളിയം കുറവാണ്. നല്ല ഒബീസിറ്റി ഉള്ളവർക്ക്, അല്ലെങ്കിൽ അസൈറ്റിസ്, നമ്മുടെ ഫ്ലൂയിഡൊക്കെ ഇങ്ങനെ വയറിൽ നിറഞ്ഞു നിന്ന് അസൈറ്റിസ് ഉള്ളവർക്കൊന്നും അത്രയും എക്സലേഷൻ ചെയ്യാൻ പറ്റില്ല. പ്രഗ്നൻസി, അപ്പോൾ ഒബീസിറ്റി, അസൈറ്റിസ്, പ്രഗ്നൻസിയിലെല്ലാം എക്സ്പിറേറ്ററി റിസർവ് വോളിയം കുറവായിരിക്കും. അപ്പം നമ്മൾ ടൈഡൽ വോളിയം മനസ്സിലാക്കി, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കണ്ടു. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ERV എത്രയാണ്? 1100 ml, TV 500 ml, IRV 3000 ml. ക്ലിയർ ആണോ? അപ്പോൾ ഒരു നോർമൽ ബ്രെത്തിൽ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന എയർ ആണ് ടൈഡൽ വോളിയം, ദാറ്റ് ഈസ് 500 ml. ഒരു നോർമൽ ഇൻഹലേഷന് ശേഷം എത്ര മാക്സിമം വോളിയം ഓഫ് എയർ ഉള്ളിലേക്ക് എടുക്കാം, അത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ദാറ്റ് ഈസ് 3000 ml. അപ്പോൾ ഒരാൾക്ക് മാക്സിമം ഇൻസ്പിറേഷനിലൂടെ ഒരു നോർമൽ ഇൻഹലേഷന് ശേഷം, നോർമൽ എക്സലേഷന് ശേഷം ഇൻഹലേഷനിലൂടെ എത്ര വോളിയം ഓഫ് എയർ ഉള്ളിലേക്ക് കയറ്റാം, അയാളുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ഇനി ഒരു നോർമൽ എക്സലേഷൻ എത്ര പോകുന്നു? 500 ml. അതിനുശേഷം മാക്സിമം എത്ര പുറത്ത് കളയാം, അതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ദാറ്റ് ഈസ് 1100 ml. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിജ്വൽ വോളിയം. അതെന്താണെന്നറിയോ? ഇനി എത്രയൊക്കെ പുറത്ത് കളഞ്ഞാലും, നമ്മൾ മാക്സിമം എക്സലേഷനോടെ എത്ര എയർ പുറത്ത് കളഞ്ഞാലും ലങ്ങിൽ കുറച്ച് എയർ നിൽക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസിജ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒന്ന് റെസിഡ്യൂ ബാക്കി കിടക്കുന്ന കേട്ടോ, നമ്മൾ മാക്സിമം എക്സലേഷനിലൂടെ പുറത്തേക്ക് എയർ കളയാൻ നോക്കിയിട്ടൊന്നും ലങ്ങിൽ ബാക്കി കിടപ്പുണ്ട്. അതെന്താണ്? എത്രയാണ്? അതാണ് റെസിജ്വൽ വോളിയമായ 1100 ml. ഓക്കെ, ചില ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് ഒക്കെ വരുമ്പോൾ ഇത് കൂടാം. ഓക്കെ, അപ്പൊ റെസിജ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം നമ്മൾ പുറത്തേക്ക് നമ്മളിപ്പോൾ പുറത്തേക്ക് കളയാൻ ശ്രമിച്ചല്ലേ, നോർമൽ എക്സലേഷൻ വഴി 500 ml പുറത്തു പോയി, എന്നിട്ട് മാക്സിമം എക്സലേഷൻ വഴി എക്സ്പിറേറ്ററി റിസർവ് വോളിയമായ 1100 ml ഒക്കെ പുറത്ത് കളഞ്ഞു. എന്നാലും ലങ്ങിൽ ബാക്കി കിടക്കുന്ന എയർ എത്രയാണ്? അതാണ് 1200 ml ആയ റെസിജ്വൽ വോളിയം.
ക്ലിയർ ആയോ? അപ്പൊ ടൈഡൽ വോളിയം നമുക്ക് മനസ്സിലായി. നോർമൽ ബ്രെത്തിൽ എയർ ഇൻഹെയിലും എക്സെയിലും ചെയ്യുന്നത് 500 ml ആണ് ടൈഡൽ വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം നമ്മുടെ നോർമൽ ഇൻഹലേഷന് ശേഷം നമ്മൾ മാക്സിമം എടുക്കുന്നത് 3000 ml. നോർമൽ എക്സലേഷന് ശേഷം നമ്മൾ മാക്സിമം പുറത്ത് കളയുന്നത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം 1100 ml. മാക്സിമം എക്സലേഷന് ശേഷവും ലങ്ങിനുള്ളിൽ കിടക്കുന്ന എയറിനെയാണ് റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത് ലങ് കപ്പാസിറ്റികളിൽ നമ്മൾ ഒരു കപ്പാസിറ്റി പഠിച്ചു അല്ലെ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കിട്ടുന്നു. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തതായിട്ട് വൈറ്റൽ കപ്പാസിറ്റി. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? The maximum volume of air exhaled from the point of maximum expiration. മാക്സിമം ഇൻസ്പിറേഷന് ശേഷം, മാക്സിമം നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം നമ്മൾ മാക്സിമം എത്രത്തോളം പുറത്ത് വിടാം. ഓക്കെ, അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി. അത് എത്രയാണെന്നറിയോ? 4600 ml ആണ്. അപ്പൊ അതിൽ എന്തെല്ലാം വരും? നമ്മുടെ ടൈഡൽ വോളിയം വരും, ഇൻസ്പിറേറ്ററി റിസർവ്, മാക്സിമം ഇൻസ്പിറേഷൻ വരുമ്പം തന്നെ അവിടെ എന്താണ്? നോർമൽ ഇൻസ്പിറേഷനിൽ ടൈഡൽ വോളിയം കയറി. മാക്സിമം ഇൻസ്പിറേഷനിൽ എത്ര കയറി? IRV കയറി ആണല്ലോ. ഇനി നമുക്ക് അത് ഉള്ളിൽ എന്തായാലും ഉണ്ട്. ഇനി നമ്മൾ മാക്സിമം പുറത്ത് കളയുന്നത് എത്രയാണ്? ERV ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുക. ആ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, നമ്മൾ ആദ്യം പഠിച്ച ഈ 3 കാര്യങ്ങളെയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? വൈറ്റൽ കപ്പാസിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയവും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വേറെ ഇതിനെ ചുരുക്കാം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താവും? IC. അതുകൊണ്ടാണ് ഇത് കാണാതെ പഠിച്ചു വെക്കരുത്. ഇനിയിപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയുടെ കൂടെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ? ശരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെയർഫുൾ ആയിട്ട് പഠിക്കുക, കൺഫ്യൂഷൻ ആവാതെ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാക്സിമം ഇൻസ്പിറേഷന് ശേഷം മാക്സിമം എത്ര പുറത്തേക്ക് കളയാം, ഒരു മാക്സിമം ഇൻസ്പിറേഷനിൽ എത്ര കയറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായിരുന്നു ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആയ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ. ഇനി അതിൽ നിന്ന് എത്ര മാക്സിമം പുറത്ത് കളയാം, അതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. ടൈഡൽ വോളിയവും ടൈഡൽ വോളിയം എത്രയായിരുന്നു? 500 ml. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എത്രയായിരുന്നു? 3000 ml. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എത്രയായിരുന്നു? 1100 ml. ഇതെല്ലാം കൂടെ കൂട്ടി വന്നപ്പോൾ 4600 ml. ഓക്കെ, IC നമ്മൾ പഠിച്ചു. എന്തായിരുന്നു IC? ദാറ്റ് ഈസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. നമുക്ക് എത്രത്തോളം മാക്സിമം ഇൻസ്പയർ ചെയ്യാന്നുള്ളത് അല്ലേ. അത് കിട്ടാനായിട്ട് നമ്മൾ ടൈഡൽ വോളിയത്തിന്റെ കൂടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടി. അപ്പം നമുക്ക് 3500 ml കിട്ടി. ഇനി ഒരു കാര്യമുണ്ട്, FRC. ഇതും സ്ഥിരമായിട്ട് വരാറുള്ളതാണ്, ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. നമ്മൾ പറഞ്ഞു മാക്സിമം പുറത്ത് കളഞ്ഞാലും ബാക്കി ലങ്ങിൽ കിടക്കുന്ന ആളെ നമ്മൾ റെസിജ്വൽ വോളിയം എന്ന് വിളിക്കില്ലേ? ഓക്കെ ആണല്ലോ, അങ്ങനെയാണ് നമ്മൾ വിളിച്ചത് അല്ലേ. ഓക്കെ, പക്ഷെ ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം ബാക്കി കിടക്കുന്ന ആളാണ് FRC കേട്ടോ. നോർമൽ ഒരു എക്സ്പിറേഷന് ശേഷം ബാക്കി ലങ്ങിലുള്ള ആള് FRC. മാക്സിമം ഇൻസ്പിറേഷന് ശേഷം കിടക്കുന്നയാള് RV, റെസിജ്വൽ വോളിയം. ഓക്കെ, ഫങ്ഷണൽ റെസിജ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ റെസിജ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം എത്ര പുറത്തേക്ക് കളഞ്ഞാലും ലങ്ങിൽ കിടപ്പുണ്ടാവും, ഈ RV ഉണ്ടാവും. പിന്നെ മാക്സിമം എക്സ്പിറേഷനിൽ പുറത്തേക്ക് കളയാൻ പറ്റുന്നത് ERV അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അല്ലേ FRC കിട്ടുന്നത്. ലോജിക്കലി മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മുടെ ലങ്ങിനുള്ളിൽ ഈ FRC ആണ് ഉള്ളത്. ഓക്കെ, ഒരു നമ്മൾ നോർമൽ എയർ ഉള്ളിലേക്ക് എടുക്കുന്നു, നോർമലി പുറത്തേക്ക് വിടുന്നു. ഈ നോർമൽ പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ ലങ്ങിൽ എന്തുണ്ടെന്നറിയോ? ലങ്ങിൽ ആരാ ഉള്ളത്? ലങ്ങിൽ RV എന്തായാലും ലങ്ങിലുണ്ട് കേട്ടോ. പിന്നെ ERVയും കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ERV എന്ന് വെച്ചാൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം, RV എന്ന് പറഞ്ഞാൽ റെസിജ്വൽ വോളിയം. പിന്നെ നമ്മൾ മാക്സിമം എക്സേലേഷൻ നടത്തുമ്പോൾ, മാക്സിമം പുറത്തേക്ക് കളയാൻ ശ്രമിക്കുമ്പോൾ ആര് പുറത്തു പോവും? ഇദ്ദേഹം പോവും അല്ലേ. എന്നാലും എത്ര പുറത്തേക്ക് കളഞ്ഞാലും പോകൂല, അത് അടി കിടക്കുന്ന ആളാരാണ്? നമ്മുടെ റെസിജ്വൽ വോളിയം. അപ്പോൾ ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം ലങ്ങിനുള്ളിലുള്ള ആള്, അതാണ് FRC. അത് കിട്ടാൻ നമ്മൾ ആരൊക്കെയാണ് കൂട്ടേണ്ടത്? റെസിജ്വൽ വോളിയത്തിന്റെ കൂടെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടണം. ഇനി എത്ര മാക്സിമം എക്സലേഷൻ കഴിഞ്ഞാലും ഉള്ളിൽ കിടക്കുന്ന ആള് റെസിജ്വൽ വോളിയം. ക്ലിയർ ആയോ? ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം കൂട്ടുന്നുണ്ട്.
ടൈഡൽ വോളിയം പ്ലസ് IRV പ്ലസ് ERV, ഇത് മൂന്നും കൂടെ കൂട്ടിയപ്പോൾ തന്നെ എന്ത് കിട്ടി? വൈറ്റൽ കപ്പാസിറ്റി അല്ലെ? വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ നമ്മുടെ റെസിജ്വൽ വോളിയവും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നയാളാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി മാക്സിമം എയർ എക്സെയിൽ ചെയ്തു മാക്സിമം ഉള്ളിലെടുത്തിട്ട് മാക്സിമം പുറത്ത് കളയുന്നതിനെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നു. ഈ വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ ഉള്ളിൽ കിടക്കുന്ന ഒരാളും കൂടെ ഇല്ലേ, റെസിജ്വൽ വോളിയം, അതിനെയും കൂടെ കൂട്ടുക. ഓക്കെ, അപ്പം 4600 ആയിരുന്നു. റെസിജ്വൽ വോളിയം ആയ 1200 കൂടെ കൂട്ടിയിട്ട് 5800 ആയി. അപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് നോക്കാവേ. ടൈഡൽ വോളിയം അങ്ങനെ വേരി ഒന്നും ചെയ്യുന്നില്ല. ERV നമ്മളെ മാക്സിമം പുറത്തേക്ക് കളയുന്നത് ഒബീസിറ്റി, പ്രഗ്നൻസി, അസൈറ്റിസിലൊക്കെ കുറയുമെന്ന് പറഞ്ഞു. ഇനി റെസിജ്വൽ വോളിയവും ചിലപ്പോൾ കൂടാം. ഒബ്സ്ട്രക്റ്റീവ് ഡിസീസൊക്കെ വന്നെങ്കിൽ, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത്രയും എയർ പുറത്തേക്ക് പോവാതിരിക്കുമ്പോൾ കുറച്ചുകൂടി എയർ ഉള്ളിൽ കിടക്കും. അപ്പോൾ റെസിജ്വൽ വോളിയം ചില ഒബ്സ്ട്രക്റ്റീവ് ഡിസീസുകളായ, നമുക്കറിയാം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസുകൾ ഉണ്ടല്ലേ, COPD എന്ന് പറയുന്നത്. അതായത് ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സമുണ്ടെങ്കിൽ എയറിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ അത് ഉള്ളിൽ കിടക്കും. ഇനി വൈറ്റൽ കപ്പാസിറ്റി കുറയും. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഉള്ളിലേക്ക് എടുത്തിട്ട് മാക്സിമം എത്ര പുറത്തേക്ക് കളയാൻ പറ്റും എന്നുള്ളതാണ് ലങ്ങിന്റെ വൈറ്റൽ കപ്പാസിറ്റി. അത് കിട്ടാനായിട്ട് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടുക. അപ്പൊ ഈ വൈറ്റൽ കപ്പാസിറ്റി ലങ് കുറയുന്നത് എപ്പോഴൊക്കെയാണെന്നറിയോ? എന്തെങ്കിലും ന്യൂറോ മസ്കുലാർ അസുഖങ്ങളോ, ഫെറ്റീഗോ, അറ്റലക്ടാസിസ്, പൾമിനറി എഡീമ, COPD, ഒബീസിറ്റി ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഭയങ്കരമായിട്ട് ക്ഷീണമുള്ളപ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞരമ്പിനെല്ലാം പ്രശ്നങ്ങളുള്ളപ്പോൾ പൾമിനറി എഡീമ എന്ന് പറയുന്ന കണ്ടീഷൻ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, ഒബീസിറ്റിയിലൊക്കെ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കുറയുന്നുണ്ട് റെസ്ട്രിക്റ്റീവ് ഡിസീസിൽ. ഒബീസിറ്റി വരുമ്പോൾ ഇതെല്ലാം കണ്ടി പൊണ്ണത്തടി ഉള്ളപ്പോൾ ഇതെല്ലാം കുറവാണ് അല്ലേ. ഇനി FRC വരുമ്പോൾ, FRC എന്ന് പറയുന്നത് ലങ്ങിന് ഉള്ളിൽ ഉള്ള എയർ ആണ് അല്ലേ. അപ്പം അത് ഒരു നോർമൽ എക്സലേഷന് ശേഷമുള്ളതാണ്. അത് കിട്ടാനായിട്ട് എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിന്റെ കൂടെ റെസിജ്വൽ വോളിയം കൂട്ടിയാൽ മതിയാകും. അത് കൂടുന്നത് എപ്പോഴാ നോക്കിയേ? COPD, അപ്പോൾ പോവാതെ ഉള്ളിൽ കിടക്കുന്നു. ഇനി കുറയുന്നത് എപ്പോഴാ നോക്കിയേ? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, അതുപോലെ ഒബീസിറ്റി. ഇനി അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി കുറയുന്ന കണ്ടീഷൻസ് ന്യൂമോണിയയിലും അറ്റലക്ടാസിസിലും, കൂടുന്നത് COPDയിൽ. സിഗ്നിഫിക്കൻസും നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ വോളിയമായ ടൈഡൽ വോളിയം പഠിച്ചു, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പഠിച്ചു, എക്സ്പിറേറ്ററി റിസർവ് വോളിയം പഠിച്ചു, റെസിജ്വൽ വോളിയം പഠിച്ചു. ടൈഡൽ വോളിയം നോർമൽ ബ്രെത്ത്, ഇൻഹലേഷൻ എക്സലേഷനിൽ എത്ര എയർ എടുക്കുന്നുണ്ട്? 500 ml. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്? ഒരു നോർമൽ ഇൻഹലേഷന് ശേഷം എത്ര മാക്സിമം ഉള്ളിലേക്ക് എടുക്കാം? 3000 ml. എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഒരു നോർമൽ എക്സലേഷന് ശേഷം എത്ര പുറത്തേക്ക് കളയാം? അത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ദാറ്റ് ഈസ് 1100 ml. ഇതെല്ലാത്തിനും നമ്മൾ എത്രത്തോളം പുറത്ത് കളയാൻ ശ്രമിച്ചാലും ലങ്ങിന്റെ ഉള്ളിലുള്ളതാണ് നമ്മുടെ ഏതാണ്? റെസിജ്വൽ വോളിയമായ 1200 ml. ഇനി വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ മാക്സിമം ഉള്ളിലെടുത്തിട്ട് മാക്സിമം എത്ര പുറത്തേക്ക് കളയാം? അതാണ് വൈറ്റൽ കപ്പാസിറ്റി, ദാറ്റ് ഈസ് 4600 ml. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, അതായത് ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ഒരു നോർമൽ എക്സ്പിറേഷൻ, അതായത് നോർമലി നമ്മൾ എയർ ഉള്ളിലേക്ക് എടുത്തു പുറത്തേക്ക് വിട്ടു, അപ്പൊ ലങ്ങിനുള്ളിൽ ഉള്ളതാണ് FRC, ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. അതിലേതൊക്കെ വരും? റെസിജ്വൽ വോളിയം എന്തായാലും വരും. എന്തായാലും എത്ര പുറത്ത് കളയാനും ശ്രമിച്ചാലും അകത്തുള്ള ആളാണ് ഈ റെസിജ്വൽ വോളിയം. പിന്നെ കുറച്ച് ശക്തിക്ക് ശ്രമിച്ചാൽ ഇദ്ദേഹം പുറത്തു പോകുള്ളൂ. അതാരാണ്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പൊ ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നയാളും റെസിജ്വൽ വോളിയം എന്ന് പറയുന്നയാളെയും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. അതായത് ഒരു നോർമൽ ഇത് നോർമൽ എന്ന് പറയുന്ന വാക്കേ ഇവിടെ വ്യത്യാസമുള്ളൂ. ഇവിടെ എന്താണ്? ഇത് രണ്ടും കണ്ടോ? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ മാക്സിമം എക്സലേഷൻ ആണെങ്കിൽ അത് റെസിജ്വൽ വോളിയം. ആഫ്റ്റർ എ നോർമൽ എക്സലേഷൻ ആണെങ്കിൽ അത് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. മാറിപ്പോവരുത്, FRCയും RVയും. ഓക്കെ, ഇത് മാക്സിമം എക്സലേഷന് ശേഷം, ഇത് നോർമലിന് ശേഷം ലങ്ങിലുള്ളത്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം എക്സ്പിറേഷൻ കഴിഞ്ഞാൽ എത്ര എയർ ലങ്ങിലുണ്ട്, മൊത്തം എത്രയുണ്ടെന്ന്. ടൈഡൽ വോളിയം ഉണ്ട്, IRV ഉണ്ട്, ERV ഉണ്ട്, എന്തായാലും RV ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി.
ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓടിച്ചു നോക്കാം. കുറച്ച് ജസ്റ്റ് ടേംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താ ഡിഫ്യൂഷൻ, എന്താ പെർഫ്യൂഷൻ? പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലങ്ങിലോട്ട് ഫ്ലോ ചെയ്യുന്ന ബ്ലഡിനെ പെർഫ്യൂഷൻ എന്ന് പറയുന്നു. ഡിഫ്യൂഷൻ നമുക്കറിയാം അല്ലെ, ഈ ഡിഫ്യൂഷനിലൂടെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആൽവിയോളാർ കാപ്പിലറി മെംബ്രെയിൻ വഴിയാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത്. കാരണം അത് ഭയങ്കര തിന്നാണ്, അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണ്. കണ്ടോ, ആൽവിയോളയുടെ കാപ്പിലറി മെംബ്രെയിൻ. അപ്പോൾ ആൽവിയോളയും കാപ്പിലയുമായിട്ടുള്ള ആ മെംബ്രെയിൻ, ആ ഒരു മെംബ്രെയിൻ കാരണമാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്സിജൻ നമ്മൾ പഠിച്ചു അല്ലേ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കാരണം ട്രാൻസ്ഫർ നടക്കുന്നു. ഓക്കെ, അപ്പോൾ പെർഫ്യൂഷനും വെന്റിലേഷനും ഉണ്ട് അല്ലെ, രണ്ടുമുണ്ട്. വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ലങ്ങിലോട്ടും അകത്തോട്ടും പുറത്തോട്ടും പോകുന്നത്. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലങ്ങിലോട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു നോർമൽ റേഷ്യോ ഉണ്ട്. ഒരു ഹെൽത്തി ലങ്സിലാണെങ്കിൽ ഈ ബ്ലഡ് പാസ് ചെയ്യുന്നതും ആൽവിയോളായിട്ട് പാസ് ചെയ്യുന്നതും ഗ്യാസ് പാസ് ചെയ്യുന്നതൊക്കെ കുറച്ചൊരു ഈക്വലി ആയിരിക്കും. 1:1 റേഷ്യോ ആയിരിക്കും വെന്റിലേഷനും പെർഫ്യൂഷനും. ഇതിൽ വ്യത്യാസം വരുന്നത് ലോ വെന്റിലേഷൻ പെർഫ്യൂഷൻ റേഷ്യോ വരുമ്പോൾ ഷണ്ട് ഉണ്ടാവുന്നു, ഹൈ വെന്റിലേഷൻ പെർഫ്യൂഷൻ റേഷ്യോ വരുമ്പോൾ ഡെഡ് സ്പേസ് ഉണ്ടാകുന്നു. ഇത് ബ്രണ്ണർ ആൻഡ് സെദാർത്തിലൊരു ടേബിൾ ആണ്, അത് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ, ഒന്ന് നോക്കി വെക്കണേ. അതായത് ലോ വെന്റിലേഷൻ പെർഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്, അതായത് തടസ്സങ്ങൾ വരുന്നു കേട്ടോ. അപ്പൊ എന്താ നോക്കിയേ, അപ്പൊ എന്താണ് ലോ വെന്റിലേഷൻ പെർഫ്യൂഷൻ റേഷ്യോ വന്നു. ലോ വെന്റിലേഷൻ പെർഫ്യൂഷൻ റേഷ്യോ വരുമ്പോഴത്തേക്ക് എന്താണ്, പെർഫ്യൂഷൻ കൂടിയല്ലേ, അപ്പൊ ബ്ലഡ് എന്ത് ചെയ്തു, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാതെ ബ്ലഡ് ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് കാരണമുള്ള കണ്ടീഷൻസ് നമ്മുടെ ന്യൂമോണിയ, അറ്റലക്ടാസിസ്, ട്യൂമറിലൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇനി ഹൈ വെന്റിലേഷൻ പെർഫ്യൂഷൻ റേഷ്യോ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഡെഡ് സ്പേസ് ഉണ്ടാകുന്നു. അതായത് വെന്റിലേഷൻ പെർഫ്യൂഷനേക്കാളും കൂടിയാൽ, അപ്പോൾ പെർഫ്യൂഷൻ ആണ് വെന്റിലേഷനേക്കാളും കൂടുന്നതെങ്കിൽ എന്തുണ്ടാവുന്നു, ഷണ്ട്. ഇനി വെന്റിലേഷൻ ആണ് പെർഫ്യൂഷനേക്കാളും കൂടുന്നതെങ്കിൽ എന്തുണ്ടാവുന്നു, ഡെഡ് സ്പേസ് ഉണ്ടാകുന്നു. നോട്ട് ചെയ്ത് വെക്കണേ, ഡെഡ് സ്പേസ് ഉണ്ടാകുന്നു. അതായത് ഈ ആൽവിയോളൈക്ക് കറക്റ്റായിട്ട് ബ്ലഡ് സപ്ലൈ ഒന്നും കിട്ടുന്നില്ല ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ടാവാൻ, അത് കാരണം ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ടാവും, ഡെഡ് സ്പേസ് ഉണ്ടാവുന്നു. ഓക്കെ, ഇനി വെന്റിലേഷനും പെർഫ്യൂഷനും നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല, സൈലന്റ് യൂണിറ്റ് ആയിട്ടിരിക്കുന്നു. അതുണ്ടാവുന്നത് ന്യൂമോതൊറാക്സില്, ARDSലൊക്കെയാണ്. ഈ ഡെഡ് സ്പേസ് ഉണ്ടാവുന്നത് പൾമിനറി എംബോളായി, പൾമിനറി ഇൻഫാക്ഷൻ, കാർഡിയോജനിക് ഷോക്കിലൊക്കെയാണ്. അപ്പൊ ഇത് നോർമലി എന്താ സംഭവിക്കണേന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വെന്റിലേഷൻ ആണ് കൂടുന്നത്, പെർഫ്യൂഷനേക്കാളും ഭയങ്കര വെന്റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ബ്ലഡ് സപ്ലൈ വേണ്ടേ, അപ്പോൾ എന്താ, ഡെഡ് സ്പേസ് ഉണ്ടാവുന്നു. ഇനി ഏതാണ്, വെന്റിലേഷൻ കുറവാണ്, ബ്ലഡ് സപ്ലൈ ആണ് കൂടുതലെങ്കിൽ ആ ബ്ലഡ് ബൈപ്പാസ് ചെയ്ത് അത് ഷണ്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ രണ്ടും കുറവാണ്, നടക്കുന്നില്ലെങ്കിൽ സൈലന്റ് യൂണിറ്റ് ഉണ്ടാകുന്നു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി ഗ്യാസ് എക്സ്ചേഞ്ചിൽ നമ്മൾ അറിയാം, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. 78.6% നൈട്രജൻ, 20.8% ഓക്സിജൻ, 0.04% കാർബൺ ഡൈ ഓക്സൈഡ്, 0.05% വാട്ടർ വേപ്പർ, ഹീലിയം, ആർഗൺ ഒക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ. യെസ്. ഇനി പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിക്സ്ചറിൽ ഒരു ഗ്യാസിന്റെ കോൺട്രിബ്യൂഷൻ അതുണ്ടാക്കുന്ന പ്രഷറാണ്. പ്രഷർ എക്സേർട്ടഡ് ബൈ ഈച്ച് ടൈപ്പ് ഓഫ് ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് പ്രൊപ്പോർഷണൽ ടു ദ ഈ പാർഷ്യൽ പ്രഷർ ആ ഒരു മിക്സ്ചറിൽ ആ ഒരു ഗ്യാസിന്റെ കോൺസെൻട്രേഷനുമായി പ്രൊപ്പോർഷണൽ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ഗ്യാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പാർഷ്യൽ പ്രഷറും കൂടെ കൂട്ടിയാൽ മതിയാവും അല്ലേ. അതെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജനും ഓക്സിജനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാമേ. അപ്പോൾ നൈട്രജന്റെ എത്രയാണ്, 78.6% ഓഫ് 760. ഓക്കെ, അല്ലെങ്കിൽ 597 മില്ലിമീറ്റർ മെർക്കുറി. ഓക്സിജൻ്റെത് പറയുകയാണെങ്കിൽ 20.8% ഓഫ് 760, അല്ലെങ്കിൽ 158 മില്ലിമീറ്റർ മെർക്കുറി എന്ന് പറയാം. പഠിച്ചു വെക്കണം. അപ്പോൾ പാർഷ്യൽ പ്രഷർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അബ്രീവിയേഷൻ നോക്കിയേ. പി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷറാണ് അല്ലേ. PO2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ. PCO2 എന്ന് പറഞ്ഞാൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. ഇനി PaO2 എന്ന് പറഞ്ഞാൽ എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ആൽവിയോളാർ ഓക്സിജൻ. അതിന് A കൂടെ ഇടുവേ. PA വന്നു കഴിഞ്ഞാൽ ആൽവിയോളാർ ആണ് A.
ഇനി PaCO2 എന്ന് പറഞ്ഞ ചെറിയ സ്മോൾ a ആണെങ്കിൽ ആർട്ടീരിയൽ. ഓക്കെ, ക്യാപിറ്റൽ A വന്നു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ക്യാപിറ്റൽ A ആണെങ്കിൽ ആൽവിയോളാർ, സ്മോൾ a ആണെങ്കിൽ ആർട്ടീരിയൽ. ചോദിക്കാം, അബ്രീവിയേഷൻസ് നമ്മുടെ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഏരിയ ആണ്, ചോദിക്കാം. അപ്പോൾ PA ആണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ആർട്ടീരിയൽ ഓക്സിജൻ, PaCO2 ആണെങ്കിൽ ആർട്ടീരിയൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി PvO2 ആണെങ്കിൽ വീനസ്, ഇതാണ് വീനസ് എന്ന് പറയുന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് വീനസ് ഓക്സിജൻ, വീനസ് കാർബൺ ഡൈ ഓക്സൈഡ്. P50 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വെൻ ദ ഹീമോഗ്ലോബിൻ ഈസ് 50% സാച്ചുറേറ്റഡ്. അപ്പം പാർഷ്യൽ പ്രഷർ എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ ഓക്സിജന്റെയും നൈട്രജന്റെയും പാർഷ്യൽ പ്രഷർ പറഞ്ഞു. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 78.6 അല്ലെങ്കിൽ 597. ഓക്സിജൻ എന്ന് പറയുന്നത് 158 മില്ലിമീറ്റർ mercury. അടുത്തത്, ഈ ഒരു പ്രഷറിന് ഓക്സിജൻ ട്രാൻസ്പോർട്ടിൽ വല്ല റോളും ഉണ്ടോ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം നമ്മുടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നറിയാം അല്ലേ, നമ്മുടെ ബ്ലഡിലുള്ള ഡിസോൾവ് ചെയ്ത് അതുപോലെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തൊക്കെയാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓരോ 100 ml 100 ml നോർമൽ ആർട്ടീരിയൽ ബ്ലഡിൽ എന്തുണ്ടെന്നറിയോ? ആർട്ടീരിയൽ ബ്ലഡിൽ 0.3 ml ഓക്സിജൻ ഉണ്ട് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തത്. അതുപോലെ 0.3 ml oxygen dissolved in plasma and 20 ml oxygen in combination with the hemoglobin. എഴുതി വെക്കണേ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് 100 ml ഓഫ് നോർമൽ ആർട്ടീരിയൽ ബ്ലഡിലും എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്? 0.3 ml ഓക്സിജൻ ഫിസിക്കലി ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മയും 20 ml ഓക്സിജൻ ഇൻ കോമ്പിനേഷൻ വിത്ത് ഹീമോഗ്ലോബിനും ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? യെസ്. ഇനി ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, കാരണം ഓക്സിജൻ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നത് കാരണം നമുക്ക് കുറേ ഓക്സിജൻ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത 0.3 ml അതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആർട്ടറീസ് വഴി നോക്കും. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ്, ഓക്സിജൻ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾവ് ചെയ്തതും കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം, ജസ്റ്റ് ആ ടേബിൾ കണ്ടതുകൊണ്ട് നോട്ട് ചെയ്തതാണ്, പ്ലീസ് നോട്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എന്താണ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്? ഇതിൽ നിന്ന് നമുക്ക് പാർഷ്യൽ, ഇത് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് നമുക്ക് കാണിച്ചു തരുന്നത്? എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും അതുപോലെ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജനും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് നമുക്ക് കാണിച്ചു തരുന്നത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറും അതുപോലെ ഓക്സിജന്റെ സാച്ചുറേഷൻ പെർസെൻറ്റേജുമാണ്. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യാസപ്പെടാം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ അയൺ, ടെമ്പറേച്ചർ, 2,3 ഫോസ്ഫോഗ്ലിസറേറ്റ്, ഇതെല്ലാം കാരണം ഇത് വ്യത്യാസം വരാം. ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിയാലോ. ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോർമൽ ലെവൽ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? പാർഷ്യൽ പ്രഷർ 70 കൂടുതലാണെങ്കിലാണ്. ഇനി സേഫ് ആണ്, 45 മുതൽ 70 വരെ സേഫ് ആണെന്ന് പറയാം. പക്ഷെ 40 താഴെയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്, അതൊരു വെരി ഡേഞ്ചറസ് ലെവലാണ്. ഓക്കെ ആണോ? അപ്പൊ 70 കൂടുതലാണെങ്കിൽ ഇറ്റ് ഇസ് എ നോർമൽ, പക്ഷെ സേഫ് ആണ്. 40 to 70 എന്നൊക്കെ പറയുന്നത് സേഫ് എന്ന് നമുക്ക് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഓക്സിജൻ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലോട്ട് പോകുമ്പോൾ അവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ബ്ലഡിലോട്ട് വന്നു, പിന്നെ ലങ്ങിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് എക്സ്ക്രീഷൻ ലങ്ങിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയി എന്നുള്ളത് നമ്മുടെ ആസിഡ് ബേസ് ബാലൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, നോർമലി 6% വീനസ് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്ങിലൂടെ റിമൂവ് ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് ആർട്ടീരിയൽ ബ്ലഡിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ, ഒരു 40 മില്ലിമീറ്റർ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആകെ 6% മാത്രമാണ് വീനസ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ലങ്ങിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ബാക്കി കുറേ എന്താണ് ബ്ലഡിൽ, ആർട്ടീരിയൽ ബ്ലഡിൽ തന്നെ നിൽക്കും. എന്നാലേ അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 40 മില്ലിമീറ്റർ പ്രഷർ. ഓക്കെ,
ഇനി നമ്മുടെ ഒരു 90% കാർബൺ ഡൈ ഓക്സൈഡിനെയും ക്യാരി ചെയ്യുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. പിന്നെ അതിലൊരു 5% മാത്രമാണ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, PCO2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾ നമ്മുടെ RBC തന്നെയാണ്. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നമ്മൾ പഠിച്ചു. നമ്മുടെ ആൽവിയോളാർ കാപ്പിലാർ മെംബ്രെയിൻ ആണ് ഡിഫ്യൂഷൻ ഒക്കെ സഹായിക്കുന്ന ഐഡിയൽ ഫാക്ടറാണ്. ഇനി ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ന്യൂറോളജി, നമ്മുടെ നെർവസ് സിസ്റ്റവും കൂടെ ഫംഗ്ഷൻ ആവണ്ടേ, നെർവസ് സിസ്റ്റവും കൂടെ കോർഡിനേറ്റ് ചെയ്യണ്ടേ? അതെ, അതിനുവേണ്ടി നമ്മുടെ ഫ്രെനിക് നെർവിന്, കാരണം റെസ്പിറേറ്ററി മസിൽസിനെ എല്ലാം റെസ്പിറേറ്ററി മസിൽസ് എല്ലാം ഇൻഹലേഷനും എക്സലേഷനും ഒക്കെ റെഡി ആവണമെങ്കിൽ ഫ്രെനിക് നെർവ് കാരണമാണ് കേട്ടോ, ഫ്രെനിക് നെർവ് കാരണമാണ്. അതുപോലെ നമ്മുടെ ബ്രെയിനിൽ റെസ്പിറേറ്ററി സെന്ററുകളുണ്ട്, ആ റെസ്പിറേറ്ററി സെന്ററുകളാണ് ഈ ബ്രീത്തിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാരൊക്കെയാണ്? നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റ, പോൺസും ഒക്കെയാണ് കേട്ടോ. അവരാണ് നമ്മുടെ ഇൻസ്പിറേഷൻ നടക്കണ്ടേ, എക്സ്പിറേഷൻ നടക്കണ്ടേ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ മെഡുല ഒബ്ലാങ്കേറ്റ, പോൺസ് മുതലായവയാണ് റെസ്പിറേറ്ററി സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ വെന്റിലേഷന്റെ റേറ്റും ഡെപ്തും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും അങ്ങനെ നമ്മുടെ റെസ്പിറേഷൻ നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുന്നത് നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയും അതുപോലെ പോൺസും മുതലായവയൊക്കെയാണ്. കാരണമാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, റെസ്പിറേഷൻ സുഗമമായി നടന്ന് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് ഡിമാൻഡുകളെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. റെസ്പിറേറ്ററി വോളിയവും റെസ്പിറേറ്ററി കപ്പാസിറ്റിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അത് വളരെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നുള്ള MCQs നോക്കിയാലോ? നമ്മളപ്പോൾ ഇന്ന് പഠിച്ചത് നമ്മുടെ ലങ് വോളിയംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസിനെ പറ്റി പഠിച്ചു അല്ലേ? അതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലങ് വോളിയം? ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, റെസിജ്വൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി. ഇതിൽ ലങ് വോളിയം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇതെല്ലാത്തിലും വോളിയം ഉണ്ട്. വോളിയം ഇല്ലാത്തത് ഏതാണ്? വൈറ്റൽ കപ്പാസിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടേം ഫോർ ദ എമൗണ്ട് ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ മാക്സിമം എക്സ്പിറേഷൻ? ടൈഡൽ വോളിയം, റെസിജ്വൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. എത്ര മാക്സിമം എക്സ്പിറേഷൻ ചെയ്താലും നമ്മുടെ ഉള്ളിൽ എത്ര എയർ റിമെയിൻ ചെയ്യുന്നു എന്നുള്ളത് എന്താണ്? എത്ര പുറത്തേക്ക് കളയാൻ ശ്രമിച്ചാലും നമ്മുടെ ലങ്ങിനുള്ളിലുണ്ട്. അതാരാണ്? അതെ, റെസിജ്വൽ വോളിയം ആണ്. ഇനി ഇതിന് പകരം നോർമൽ ആയിരുന്നെങ്കിൽ ഏത് ആൻസർ വരും? ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി വരും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലങ് കപ്പാസിറ്റി ഇൻക്ലൂഡ്സ് ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? നമ്മുടെ ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്തായിരുന്നു ടൈഡൽ വോളിയം? ഒരു നോർമൽ ബ്രെത്ത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ എക്സെയിൽ ചെയ്യുമ്പോൾ എത്ര പുറത്തേക്ക് പോകുന്നു? അകത്തേക്ക് വരുന്നു. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എത്രയാണ്? ഒരു നോർമൽ ഇൻഹലേഷന് ശേഷം എത്ര മാക്സിമം ഉള്ളിലേക്ക് എടുക്കാം എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താണ്? അതെ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ? ടൈഡൽ വോളിയം 500 ml, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം 3000 ml. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3500 ml ആയ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഓൾ ലങ് വോളിയംസ് ഈസ് റിഫേർഡ് ടു ആസ്? എല്ലാ ലങ് വോളിയവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേ, ലങ് കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലേ? നമ്മുടെ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കിട്ടും അല്ലേ? ഓക്കെ, ഇത് എല്ലാ ലങ് വോളിയവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ഈസ് എ സം ഓഫ്. ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി കിട്ടണമെങ്കിൽ എന്തെല്ലാം കൂട്ടണം? നമ്മുടെ നോർമൽ ഒരു എക്സലേഷന് ശേഷം ലങ്ങിനുള്ളിലെ എയർ ആണ് FRC എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂട്ടിയിട്ടാണ് കിട്ടിയത്? ഇത് നല്ല ശക്തിയിൽ പുറത്തേക്ക് പോവുള്ളൂ എന്നുള്ള ആളാണ്. ഇതെന്തായാലും ഉള്ളിലുള്ള ആളാണ്. ഇവർ രണ്ടുപേരെയും കൂടെ കൂട്ടുമ്പോഴാണ് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി കിട്ടുന്നത്. അതായത് റെസിജ്വൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പൊ ഇതിൽ ഏത് ആൻസർ വരിക? ബി ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ, ERV പ്ലസ് RV. അടുത്തത്, വാട്ട് പ്രോസസ് ഫെസിലിറ്റേറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ദ ആൽവിയോളാർ കാപ്പിലറി ഇന്റർഫേസ്? എങ്ങനെയാണ് നടക്കുന്നത്? ഡിഫ്യൂഷനിലൂടെയാണ് അല്ലേ? ഡിഫ്യൂഷനിലൂടെയാണ്. നമ്മൾ വെന്റിലേഷൻ പെർഫ്യൂഷൻ പഠിച്ചിരുന്നു. വെന്റിലേഷൻ കൂടിയാൽ പെർഫ്യൂഷനെക്കാളും വെന്റിലേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു, പെർഫ്യൂഷൻ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ പഠിച്ചു. പെർഫ്യൂഷൻ കൂടിയാൽ ഷണ്ടും വെന്റിലേഷൻ കൂടിയാൽ ഡെഡ് സ്പേസും. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ എന്താണ്? സൈലന്റ് യൂണിറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അടുത്തത്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് ഡസ് നോട്ട് പെർഫ്യൂസ് ആൽവിയോളാർ കാപ്പിലറീസ്? ദാറ്റ് ഇസ് 2%.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ചേംബർ ഓഫ് ദി ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ഇൻ ടു ദ പൾമിനറി ആർട്ടറി? ഏതായിരുന്നു? അതെ, റൈറ്റ് വെൻട്രിക്കിൾ. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഹാർട്ടൊക്കെ നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം നമ്മൾ പഠിച്ചല്ലോ. വാട്ട് ഈസ് എ സിസ്റ്റോളിക് പ്രഷർ റേഞ്ച് ഇൻ ദ പൾമിനറി ആർട്ടറി? ദാറ്റ് ഈസ് 20 to 30 millimeter mercury. Why is a pulmonary circulation considered a low pressure system? എന്താണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു ലോ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷേഴ്സ്. അടുത്തത്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് എയർ വി ബ്രീത്ത് ഈസ് ഓക്സിജൻ? എത്ര ശതമാനമാണ് ഓക്സിജൻ? അതെ, 20.8% ഈസ് ഓക്സിജൻ ലെവൽ. ദ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ അറ്റ് സീ ലെവൽ നമ്മൾ എത്രയാണെന്ന് പഠിച്ചു? 597 millimeter mercury. വിച്ച് ഗ്യാസ് ഹാസ് എ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ? ഏതാണ്? അതെ, നൈട്രജൻ ആണ് അറ്റ്മോസ്ഫിയറിക് എയറിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത്. അടുത്തത്, ദ ടോട്ടൽ പ്രഷർ ഓഫ് എ ഗ്യാഷ്യസ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു. നമ്മൾ ടോട്ടൽ കിട്ടാനായിട്ട് എന്ത് ചെയ്യും? എല്ലാ പാർഷ്യൽ പ്രഷറിനെയും കൂടി സം ചെയ്യുമ്പോഴാണ് ടോട്ടൽ പ്രഷർ കിട്ടുന്നത്. വാട്ട് ഡിറ്റർമിൻസ് എ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? അതെ, പാർഷ്യൽ പ്രഷർ ഇൻ ദ ആർട്ടറീസ് ആണ് പാർഷ്യൽ പ്രഷർ ഇൻ ദ ബ്ലഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അറിയുന്ന കാര്യമാണ്. അടുത്തത്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ് ഇസ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തത് എത്ര ശതമാനമാണ്? യെസ്, ദാറ്റ് ഈസ് 0.3%. വാട്ട് ഈസ് എ പ്രൈമറി മോളിക്യൂൾ റെസ്പോൺസിബിൾ ഫോർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ദ ബ്ലഡ്? ഏതാണ്? അതെ, ഹീമോഗ്ലോബിൻ ആണ്. What curve represents a relationship between partial pressure of oxygen and oxygen saturation? നമ്മൾ കർവിനെ പറ്റി പഠിച്ചു. ആ കർവിന്റെ പേരെന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. അത് നോർമൽ എപ്പോഴാണ്? സേഫ് ലെവൽ 70 എബോവ് ആണെങ്കിൽ, അല്ലെ 40 to 70 സേഫ് ആണ്. ബിലോ 40 വന്നു കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസ് ലെവൽ ആണെന്നും പഠിച്ചു. Which factor does not affect the oxy hemoglobin dissociation curve? Carbon dioxide concentration, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, അറ്റ്മോസ്ഫെറിക് പ്രഷർ, ടെമ്പറേച്ചർ. ഏതാണ്? അറ്റ്മോസ്ഫെറിക് പ്രഷർ. വാട്ട് ഈസ് എ പ്രഷർ ഓഫ് ഓക്സിജൻ ഫിസിക്കലി ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ റിഫേർഡ് ടു ആസ്? എന്താ പറയാ? PaO2. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് വീനസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ് ഇൻ ദ ലങ്സ്? 6% മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെയിം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ മെത്തേഡ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ഇൻ ദ ബ്ലഡ്? ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ, കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ, ആസ് ബൈകാർബണേറ്റ് അയോൺസ് അറ്റാച്ച്ഡ് ടു പ്രോട്ടീൻസ്. എങ്ങനെയാണ്? അതെ, ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടാണ്. അടുത്തത്, വാട്ട് ഡിറ്റർമിൻസ് എ കാർബൺ ഡൈ ഓക്സൈഡ് മൂവ്മെന്റ് ഇൻ ഓർ ഔട്ട് ഓഫ് ദ ബ്ലഡ്? എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അതെ, കാർബൺ ഡൈ ഓക്സൈഡ് മൂവ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ക്യാരിഡ് ബൈ ദ റെഡ് ബ്ലഡ് സെൽസ്? എത്രയാണ്? 90% ഈസ് ക്യാരിഡ് ബൈ ദ റെഡ് ബ്ലഡ് സെൽസ്. കാർബൺ ഡൈ ഓക്സൈഡ് കോൺട്രിബ്യൂട്ട്സ് ടു ആസിഡ് ബേസ് ബാലൻസ് ബൈ, നമുക്കറിയാം എങ്ങനെയാണ്? അതെ, ബൈകാർബണേറ്റ് വഴിയും കാർബോണിക് ആസിഡ് വഴിയുമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ബൈകാർബണേറ്റ് എടുത്ത് കുത്തരുത്, പിന്നെ ഫുൾ ഓപ്ഷൻ വായിക്കുക. കാരണം പിന്നെ A and C കിടപ്പുണ്ട്. അതുകൊണ്ട് എത്ര അറിയുന്ന ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എത്ര അറിയുന്നതായാലും 4 ഓപ്ഷനും വായിച്ചിട്ട് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാവൂ കേട്ടോ. വിച്ച് നെർവ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സൈക്ലിക് എക്സൈറ്റേഷൻ ഓഫ് റെസ്പിറേറ്ററി മസിൽസ്? ഏത് നെർവാണ്? അതെ, ഫ്രെനിക് നെർവാണ്. The respiratory centers controlling ventilation are located in എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതെ, മെഡുല ഒബ്ലാങ്കേറ്റയിലും പോൺസിലുമാണ്. What regulates the breathing to meet the metabolic demands? Oxygen levels, blood pressure, respiratory centers, cardiac output. ഏതാണ്? അതെ, റെസ്പിറേറ്ററി സെന്റർ ആണ് അല്ലെ, മെഡുല ഒബ്ലാങ്കേറ്റയും പോൺസും. The rhythm of resting respiration is primarily controlled by എന്താണ്? മെഡുലറി സെന്റേഴ്സ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ടൈഡൽ വോളിയം ഈസ് എയർ ഇൻഹേൽഡ് ആൻഡ് എക്സേൽഡ് ഡ്യൂറിംഗ് നോർമൽ ബ്രീത്തിങ്. റെസിജ്വൽ വോളിയം ഈസ് എയർ ലെഫ്റ്റ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ മാക്സിമം എക്സ്പിറേഷൻ. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഈസ് എക്സ്ട്രാ എയർ ദാറ്റ് ക്യാൻ ബി ഇൻഹേൽഡ് ആഫ്റ്റർ എ നോർമൽ ഇൻഹലേഷൻ. വൈറ്റൽ കപ്പാസിറ്റി ഈസ് എ സം ഓഫ് ഓൾ ലങ് വോളിയംസ്. ആദ്യത്തത് ശരിയല്ലേ? ശരിയാണ്. നോർമലി എത്ര? റെസിജ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ എത്ര കളഞ്ഞാലും ഉള്ളിലുണ്ട്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എക്സ്ട്രാ എത്ര മാക്സിമം കയറ്റാം. വൈറ്റൽ കപ്പാസിറ്റി അല്ല അല്ലേ, അത് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1, 2, 3 ആണ് ശരി. A ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്,
ഇൻകറക്റ്റ് ആയത് ഏതാണെന്നാണ്. നമ്മൾ ഇൻകറക്റ്റ് സർക്കിൾ ചെയ്ത് വായിച്ചു തുടങ്ങുകയാണ്. പൾമിനറി ഡിഫ്യൂഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അറ്റ് ദ ആൽവിയോളാർ കാപ്പിലറി മെംബ്രെയിൻ. ഡിഫ്യൂഷൻ occurs due to the difference in gas concentrations between alveoli and capillaries. Pulmonary diffusion involves active transport of oxygen and carbon dioxide. Alveolar capillary membrane is ideal for diffusion because it is thin and has a large surface area. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ആദ്യത്തത് ശരിയാണ്. പൾമിനറി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൽവിയോളാർ കാപ്പിലറി മെംബ്രെയിനിൽ വെച്ച് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. ഈ ഡിഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം ഗ്യാസ് കോൺസെൻട്രേഷനിലെ വ്യത്യാസമാണ്. അതും ശരിയാണ്. മൂന്നാമത്തത് pulmonary diffusion involves active transport of oxygen and carbon dioxide. Alveolar capillary membrane is ideal for diffusion because it is thin. അതും ശരിയാണ് അല്ലേ? അപ്പൊ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മൂന്നാമത്തത് മാത്രമാണ് തെറ്റായത്. നമുക്ക് ചോദിച്ചതും ഇൻകറക്റ്റ് ഏതാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? 3 ഒള്ളിയാണ് ഓപ്ഷൻ. അടുത്തത് വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പൾമിനറി പെർഫ്യൂഷൻ ആർ അക്യുറേറ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. Pulmonary perfusion is a blood flow through the pulmonary circulation. Right ventricle pumps blood into the pulmonary artery. About 2% of the blood bypasses alveolar capillaries without gas exchange. Pulmonary perfusion is unaffected by systemic blood pressure. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിൽ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ആണ്. റൈറ്റ് വെൻട്രിക്കിൾ ആണ് പൾമിനറി ആർട്ടറിയിലോട്ട് ബ്ലഡ് കൊടുക്കുന്നത്. അതും ശരിയാണ്. 2% ബ്ലഡ് ബൈപ്പാസ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഗ്യാസ് എക്സ്ചേഞ്ച്. ശരിയാണ്. പൾമിനറി പെർഫ്യൂഷൻ ഈസ് അൺഅഫക്റ്റഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് റോങ് ആണ്. അപ്പൊ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ ഗ്യാസ് എക്സ്ചേഞ്ച് വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായത് ഏതാണെന്നാണ്. Partial pressure of oxygen in the atmosphere at sea level is 158 millimeter mercury. Nitrogen makes up 20.8% of air we breathe. Partial pressure of gas is proportional to its concentration in gas mixture. Total pressure of atmospheric air is a sum of the partial pressure of its components. ഇതിൽ തെറ്റ് ഏതാണെന്നാണ്. ഏതാണ് ഇതില്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 158 ആണ്. നൈട്രജൻ ആണോ 20.8? ഓക്സിജൻ ആണല്ലേ? അപ്പൊ അത് തെറ്റാണ്. ഓക്സിജൻ ആയിരുന്നു. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ, നമ്മൾ പറഞ്ഞു പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ ആ ഗ്യാസിന്റെ കോൺസെൻട്രേഷനുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അത് ശരിയാണ്. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷറിന്റെ സം ആണ്. അതും ശരിയാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്തത് വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ആർ ട്രൂ? മോസ്റ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് ക്യാരിഡ് ബൈ റെഡ് ബ്ലഡ് സെൽസ്. A small percentage of carbon dioxide remains dissolved in plasma. Carbon dioxide transport affects the body's acid-base balance. All carbon dioxide is removed from the venous blood in the lungs. ഇതിൽ ഏതാണ് ട്രൂ? ശരിയായത് ഏതാണെന്നാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. RBC ആണ് കൂടുതലും, കുറവാണ് പ്ലാസ്മ ഡിസോൾവ് ചെയ്തത്. ആസിഡ് ബേസ് ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാം വീനസ് ബ്ലഡിലൂടെ റിമൂവ് ആവുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. കുറച്ച് റിമെയിൻ ചെയ്യുന്നുണ്ട് 40 millimeter പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇതില് ശരിയായത് ഏതാണ്? 1, 2, 3 ആണ് ശരിയായത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആയത് ഏതാണെന്നുള്ളതാണ്. ഫ്രെനിക് നെർവ് കൺട്രോൾസ് ദ സൈക്ലിക് എക്സൈറ്റേഷൻ ഓഫ് റെസ്പിറേറ്ററി മസിൽസ്. മെഡുല ഒബ്ലാങ്കേറ്റ ആൻഡ് ദ പോൺസ് റെഗുലേറ്റ് ദ റേറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് ബ്രീത്തിങ്. റെസ്പിറേറ്ററി സെന്റേഴ്സ് ഇൻ ദ സെറിബ്രം കൺട്രോൾ ദ റെസ്റ്റിംഗ് റെസ്പിറേഷൻ. റിതം ഓഫ് ബ്രീത്തിങ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെറ്റബോളിക് ഡിമാൻഡ്സ്. ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തത് ശരിയല്ലേ? ഫ്രെനിക് നെർവ് ആണ്, മെഡുല ഒബ്ലാങ്കേറ്റയും പോൺസുമാണ്. റെസ്പിറേറ്ററി സെന്റേഴ്സ് ഇൻ ദ സെറിബ്രം അല്ല അല്ലെ, റെസ്റ്റിംഗ് റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്ന, അത് തെറ്റാണ്. റിതം മെറ്റബോളിക് ഡിമാൻഡ്സ് വെച്ചിട്ട് റിതം വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിയാണോ തെറ്റാണോ ചോദിച്ചത്? തെറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഇതിൽ ഏത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്? 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്തത് പൾമിനറി സർക്കുലേഷൻ ഇസ് എ ഹൈ പ്രഷർ സിസ്റ്റം. സിസ്റ്റോളിക് പ്രഷർ ഇൻ ദ പൾമിനറി ആർട്ടറി റേഞ്ചസ് ഫ്രം 20 to 30 millimeter mercury. ആദ്യത്തത് തെറ്റാണ്. ഇറ്റ് ഇസ് എ ലോ പ്രഷർ സിസ്റ്റം, സോ ഇറ്റ് ഇസ് റോങ്. ബട്ട് ദ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സിസ്റ്റോളിക് പ്രഷർ ഇൻ ദ പൾമിനറി ആർട്ടറി എന്ന് പറയുന്നത് 20 to 30 millimeter mercury തന്നെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓക്സിജൻ ഈസ് മെയിൻലി ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ബ്ലഡ് കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ബൈൻഡ്സ് ഓക്സിജൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ അലോയിങ് ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ശരിയാണ്. ആദ്യത് രണ്ടും ശരിയാണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആവുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നാണ്. ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ചേർന്ന് പോകുന്നതുകൊണ്ട് കുറെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്.
അടുത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആർട്ടീരിയൽ ബ്ലഡ് ഡിറ്റർമിൻസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾഡ് ഇൻ പ്ലാസ്മ. ഹയർ PaO2 റിസൾട്ട്സ് ഇൻ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഫിസിക്കലി ഡിസോൾവ്സ് ഇൻ പ്ലാസ്മ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. അസേർഷൻ, റീസണിങ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ കെയർഫുള്ളി റീഡ് ചെയ്ത് അതുമായിട്ട് അഡാപ്റ്റായി ട്രെയിൻ ചെയ്യണം. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് അത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഭയമില്ലാതെ കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തണം. ആദ്യം തെറ്റിപ്പോവായിരിക്കും, ഭയപ്പെടേണ്ട. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് നമ്മൾ ഫെയിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ഡെസ്പ് ആവരുത്. നമ്മൾ പിന്നെയും ട്രൈ ചെയ്ത് എന്തുകൊണ്ട് തെറ്റുന്നു, നമ്മൾ വായിക്കുന്നതിലാണോ, ക്ലാസ് കേൾക്കുന്നതിലുള്ള പ്രശ്നമാണോ, നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നമാണോ, നമ്മൾ റീഡ് ചെയ്യുന്നതിലുള്ള പ്രശ്നമാണോ, എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിനുള്ള റീസൺ നിങ്ങൾ സ്വയം കണ്ടെത്തുക, സ്വയം നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. റെസ്റ്റിംഗ് റെസ്പിറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ ഫ്രെനിക് നെർവ്. റെസ്പിറേറ്ററി സെന്റേഴ്സ് ഇൻ ദ മെഡുല ഒബ്ലാങ്കേറ്റ ആൻഡ് പോൺസ് റെഗുലേറ്റ് ദ റിതം ആൻഡ് ഡെപ്ത് ഓഫ് ബ്രീത്തിങ്. രണ്ടും ശരിയാണ്. ഫ്രെനിക് നെർവാണ് അത് കൺട്രോൾ ചെയ്യുന്നത്, സെന്റേഴ്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടും ശരിയുമാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലങ് വോളിയം, ലങ് കപ്പാസിറ്റി, അതുപോലെ വെന്റിലേഷൻ, പെർഫ്യൂഷൻ ഒക്കെ പറ്റി പഠിച്ചു അല്ലേ. കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, റിവൈസ് ചെയ്യുക, മാക്സിമം മോക്ക് എക്സാംസും MCQസും അറ്റംപ്റ്റ് ചെയ്യുക. ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വരെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്